students, today we will learn states of matter or phases of matter. The matter is made up of very small tiny particles and cannot see them with our eyes. Matter is the material that makes up all things in the universe. The 5 states of matter commonly found on earth are solid, liquid, gas or vapor, then plasma, then Bose-Einstein condensate, BES. ദ്രവ്യത്തിന്റെ അവസ്ഥ. ദ്രവ്യം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വളരെ ചെറിയ അതിസൂക്ഷ്മ കണികകളാലാണ്. ഇവയെ നമുക്ക് നേത്രങ്ങൾ കൊണ്ട് കാണാനാവില്ല. ദ്രവ്യം ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളുടെയും നിർമ്മാണത്തിന്റെ അസംസ്കൃത വസ്തുവാണ്. പ്രപഞ്ചത്തിൽ ദ്രവ്യത്തെ പ്രധാനമായും 5 അവസ്ഥകളിൽ കാണപ്പെടുന്നു. ഉദാഹരണം എന്തൊക്കെയാണ്? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ദെൻ ഏറ്റവും അവസാനം പറയുന്നത് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അപ്പൊ ഇതാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിനെ കുറിച്ച് പറയുന്ന ഭാഗം. Then we move the examples of states of matter. Firstly, solid. Examples: bricks, ice, wood, salt. Then liquid, milk, water, oil and blood. Third one, gas, oxygen, hydrogen, air are the examples. Then the fourth one is plasma. Sun of stars, lightning, nuclear fireball, aurora is the examples. The last one is Bose-Einstein condensate. The examples are helium-4, superconductors, superfluids. Okay. ഇനി അടുത്തത് ദ്രവ്യത്തിന്റെ അവസ്ഥകൾ. അവയുടെ ഉദാഹരണങ്ങൾ നമുക്ക് പറഞ്ഞു നോക്കിയാലോ. ഖരം, അവയ്ക്ക് ഉദാഹരണങ്ങളാണ് കല്ല്, ഐസ്, മരം, ഉപ്പ്. അടുത്തത് ദ്രാവകം, പാൽ, വെള്ളം, എണ്ണ, രക്തം. അടുത്തത് വാതകം, ഓക്സിജൻ, ഹൈഡ്രജൻ, വായു. ഇനി പ്ലാസ്മ, അവയ്ക്ക് ഉദാഹരണങ്ങൾ പറഞ്ഞു നോക്കിയാലോ. സൂര്യൻ, നക്ഷത്രങ്ങൾ, മിന്നൽ, ആണവ സ്ഫോടനം അല്ലെങ്കിൽ രാസസ്ഫോടനം. അടുത്തത് ധ്രുവ ദീപ്തി അഥവാ അരുണോദയം അല്ലെങ്കിൽ പ്രകൃതിദത്ത പ്രകാശം. ഏറ്റവും അവസാനത്തേത് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അവയ്ക്ക് ഉദാഹരണങ്ങളാണ് ഹീലിയം-4, അതിചാലകം, അതിദ്രാവകം. അപ്പോ ഈ ഉദാഹരണങ്ങൾ മനസ്സിലായില്ലേ? The pictorial representation of states or phases of matter. Firstly, solid. The molecules are tightly packed in liquids. Let's see the molecules. Then, gas. The molecules are very far from one another. In plasma, we can see the molecules have some charged particles. Last, the Bose-Einstein condensate, BES state. Different type of molecules are packed in different manner. ഇനി പറയുന്നത് ദ്രവ്യത്തിന്റെ അവസ്ഥ, അതിന്റെ ചിത്രീകരണം. അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ഖരം, ഖരാവസ്ഥയിൽ തന്മാത്രകൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു. അടുത്തത് ദ്രാവകാവസ്ഥയിൽ തന്മാത്രകൾ തമ്മിൽ നമുക്ക് അകലം കാണാൻ സാധിക്കും. അടുത്തത് വാതകം. വാതകാവസ്ഥയിലോ വളരെ അകലെയാണ് തന്മാത്രകൾ കാണപ്പെടുന്നത്. അവയുടെ അകലം വളരെ കൂടുതലാണ്. ഇനി അടുത്തത് പ്ലാസ്മയിൽ തന്മാത്രകൾക്ക് അകലവുമുണ്ട്, കൂടാതെ അവിടെ വ്യത്യസ്ത ചാർജുകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പോസിറ്റീവ്, നെഗറ്റീവ് ചാർജുകളൊക്കെ ഇവിടെ കാണുന്നില്ലേ? ഏറ്റവും അവസാനമുള്ളത് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ആ അവസ്ഥയിൽ വ്യത്യസ്ത തരം തന്മാത്രകൾ
ഒരു പ്രത്യേക അവസ്ഥയിൽ, പ്രത്യേക ഘടനയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോ ഈ ദ്രവ്യത്തിന്റെ അവസ്ഥയുടെ ചിത്രീകരണം മനസ്സിലായില്ലേ?